പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ WWE ചാമ്പ്യനായ ജിന്ദർ മഹാലിനെ സംബന്ധിച്ചാണ്. ജിന്ദർ മഹാലിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ജിന്ദർ മഹാൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറെക്കാലമായി അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടായിരുന്ന പ്രിയ എന്ന വ്യക്തിയെയാണ് ജിന്ദർ മഹാൽ വിവാഹം കഴിച്ചിരിക്കുന്നത്. ജിന്ദർ മഹാലിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ ജിന്ദർ മഹാൽ തന്നെ അതിൻ്റെ ഫോട്ടോസും മറ്റ് അപ്ഡേറ്റ്സും പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ അറ്റയറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് രണ്ട് പേരുടെയും വെഡ്ഡിംഗ് ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. ജിന്ദർ മഹാൽ കനേഡിയൻ റെസ്ലർ ആണെങ്കിലും WWE സ്റ്റോറി ലൈനുകളിൽ ഇന്ത്യൻ റെസ്ലർ എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റോറി എപ്പോഴും കൊടുക്കാറുള്ളത്. എന്നാൽ ജിന്ദർ മഹാലിനെ കഴിഞ്ഞ വർഷം WWE റിലീസ് ചെയ്തു. റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം ജിന്ദർ മഹാൽ ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ പോയിട്ട് അവരുടെ ഇവൻറ്റിൽ പോയിട്ടൊക്കെ മത്സരിക്കാറുണ്ട്. ഇപ്പോഴും ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സർക്യൂട്ടുകളിൽ ജിന്ദർ മഹാൽ ആക്റ്റീവാണ്. അദ്ദേഹം മേജറായിട്ടുള്ള ഏതെങ്കിലും ഒരു റെസ്ലിംഗ് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് കിട്ടുമോ എന്നുള്ളത് ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ റെസ്ലേഴ്സ്, അങ്ങനെ ഒരു കൂട്ടം റെസ്ലേഴ്സൊക്കെ ഒരു സമയത്ത് WWE ഉണ്ടായിരുന്നു. ആ ഒരു ഗണത്തിൽപ്പെട്ടിട്ടുള്ളതായിരുന്നു ജിന്ദർ മഹാൽ. പക്ഷേ ട്രിപ്പിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡായി വന്നതിന് ശേഷം ഇന്ത്യൻ റെസ്ലേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിയിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷത്തോടു കൂടി ഇന്ത്യൻ റെസ്ലേഴ്സിനെ എല്ലാവരെയും WWE പുറത്താക്കുന്ന നടപടിയിലേക്കും കടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിൽ ജിന്ദർ മഹാലിനെയും WWE റിലീസ് ചെയ്യുകയാണ്. എന്തായാലും സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ജിന്ദർ മഹാലിൻ്റെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന ട്രിപ്പിൾ എയുടെ ട്രിപ്പിൾ മേനിയ എന്ന് പറയുന്ന ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. WWE സ്മാക്ഡൗൺ ബ്രാൻഡിലെ ലെഗഡോ ഡെൽ ഫെൻഡാസ്മ എന്ന ഫാക്ഷനിലെ അംഗങ്ങളായ ലോസ് ഗാർസ എന്ന ടീം മെമ്പേഴ്സ്, അതായത് ഹുംബർട്ടോയും ഏഞ്ചലും ട്രിപ്പിൾ എ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ഈ ഒരു ഇവൻറ്റിൽ ചലഞ്ച് ചെയ്യുകയുണ്ടായി. ഇവർ മാത്രമല്ല TNA റെസ്ലിംഗിൽ നിന്നുള്ള നിക് നെമത്ത്, റയാൻ നെമത്ത്, അതായത് ഡോൾഫ് സിഗ്ലറിൻ്റെ ബ്രദറും ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പങ്കെടുത്ത ചാമ്പ്യന്മാർ അടക്കം 3 ടീമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ട്രിപ്പിൾ എ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകാൻ ലോസ് ഗാർസ എന്ന WWE ടീമിനെ സാധിച്ചിരിക്കുന്നു. ലോസ് ഗാർസ WWE കോൺട്രാക്റ്റ് ഉള്ളപ്പോൾ തന്നെയാണ് ട്രിപ്പിൾ എ എന്ന കമ്പനിയുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീക്ക്ലി എപ്പിസോഡുകളിൽ, പ്രത്യേകിച്ച് സ്മാക്ഡൗൺ എപ്പിസോഡുകളിലൊക്കെ മിക്കവാറും ലോസ് ഗാർസ ട്രിപ്പിൾ എ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പായിട്ട് അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയെ WWE വാങ്ങിയത് കൊണ്ടാണ് WWE കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സൊക്കെ ട്രിപ്പിൾ എ കമ്പനിയിലും ട്രിപ്പിൾ എ കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സൊക്കെ WWE റിലേറ്റഡ് ഇവൻറ്റ്സിലും വന്നിട്ട് പങ്കെടുക്കുന്നത്. അതിന് പ്രകാരമാണ് ലോസ് ഗാർസയ്ക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇന്ന് ട്രിപ്പിൾ മേനിയ എന്ന ട്രിപ്പിൾ എ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇവൻറ്റിൽ വിജയിക്കാൻ സാധിച്ചതും. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസിനെയും സൂപ്പർ താരമായ റോമൻ റെയിൻസും തമ്മിൽ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കൂട്ടുകാരുടെ സംശയത്തെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിനെ സംബന്ധിച്ചും ജോൺസിനെ സംബന്ധിച്ചുമുള്ള അപ്ഡേറ്റ്സ് പങ്കുവെക്കുന്ന വീഡിയോയുടെ താഴെ എപ്പോഴും വരുന്ന ഒരു കമൻറ്റാണ് റോമൻ വേഴ്സസ് സീന മത്സരം ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കാമോ എന്നുള്ളത്. ഈ ഒരു മത്സരം ഇനി വരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ഈ മത്സരത്തിൻ്റെ സാധ്യത ഒറ്റയടിക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. കാരണം ഇതൊരു മെഗാ മാച്ചാണ്, ബിഗ് മണി മാച്ചാണ്, വലിയ സാമ്പത്തിക സാധ്യതകളുള്ള ഒരു മത്സരമാണ്. സമ്മർ സ്ലാമിൽ എന്തായാലും ഈ ഒരു മത്സരം നടക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. പിന്നീട് വരുന്ന ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റുകളിൽ ഒന്നാണ് സർവൈവർ സീരീസ്. സർവൈവർ സീരീസിൽ ഈ മത്സരം നടക്കുന്ന രീതിയിൽ സ്റ്റോറി കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ അങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയുന്നില്ല. ഇതൊരു ബിഗ് മണി മാച്ചാണ് എന്ന് പറയുന്നതിന് കാരണം വില്ലനായിട്ടുള്ള ജോൺസിനെയും ഹീറോ ആയിട്ട് നിൽക്കുന്ന റോമൻ റെയിൻസും. ഇതിനു മുൻപ് ഇവർ ഏറ്റുമുട്ടിയിട്ടുള്ളതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിലാണ്. ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ ജോൺസിന വില്ലനായിരുന്നില്ല, അദ്ദേഹം നായകനായിരുന്നു. റോമൻ റെയിൻസും നായകനായിരുന്നു. പിന്നീട് ഏറ്റുമുട്ടിയപ്പോൾ ജോൺസിന നായകനായിരുന്നു, റോമൻ വലിയ ഒരു വില്ലാളി വില്ലൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു വില്ലനായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. റോമൻ റെയിൻസ് നായകനായിട്ടുള്ള ഒരു ഫേസ് ക്യാരക്ടറും ജോൺസിന അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ വില്ലൻ കഥാപാത്രവും ആയിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് നിലവിൽ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള മാറ്റം അനുസരിച്ച് ഇനിയൊരു സ്റ്റോറി നടന്നാൽ അതിന് വലിയ സാധ്യതകളുണ്ട്. ജോൺസിനെയാണോ റോമൻ റെയിൻസിനെയാണോ നിലവിൽ സൂപ്പർ താരമായിട്ട് WWE കണക്കാക്കുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള അടിവരയിടുന്ന ഒരു ഉത്തരമായിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട്. ഈ ഒരു മത്സരം മിക്കവാറും ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ ടൈപ്പിലൊക്കെ വെച്ചാൽ മത്സരം കാണാനുള്ള ഇൻട്രസ്റ്റ് വർദ്ധിക്കും. ഈ മത്സരം അനൗൺസ് ചെയ്യപ്പെടുന്ന ഇവൻറ്റിൻ്റെ ടിക്കറ്റ് സെയിൽസ്, ടിക്കറ്റിന് എത്ര ഒരു രൂപ വെച്ചാലും അത് വാങ്ങാൻ ആളുകളുണ്ടാകും. അത്രയും ബിഗ് മണി മാച്ച് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു മത്സരമാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ള കാരണം പല കൂട്ടുകാരും ചോദിച്ചിരുന്നു. ജോൺസണയുടെ റിട്ടയർമെൻറ്റ് ടൂറിന് മുൻപ് ഒരിക്കൽ കൂടി
സീന വേഴ്സസ് റോമൻ തമ്മിലുള്ള മത്സരം കാണാൻ സാധിക്കുമോ എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് യാതൊരുവിധ പോസിറ്റീവ് അപ്ഡേറ്റ്സും നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്നോ ഒരു റൂമറിൽ നിന്നോ കേൾക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടി നൽകിക്കൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കാമെന്ന് കരുതിയത്. റോമൻ വേഴ്സസ് സീന ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? ആ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ്, സാന്റിനോ മറേല എന്ന് പറയുന്ന റെസ്ലറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഫോർമർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സാന്റിനോയുടെ മകൾ TNA റെസ്ലിംഗിലും WWE ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന റെസ്ലറായിരുന്നു. എരിയാന ഗ്രേസ് എന്നാണ് ഈ ഒരു റെസ്ലറുടെ പേര്. NXT കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലും TNA റെസ്ലിംഗുമായിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ ഉണ്ടാക്കിയെടുത്തത്, ഗുണം നേടിയത് എരിയാന ഗ്രേസ് ആയിരുന്നു. കാരണം TNA റെസ്ലിംഗിൽ കൃത്യമായിട്ട് സ്റ്റോറി, NXTയിൽ കൃത്യമായിട്ടുള്ള സ്റ്റോറി. അപ്പോൾ രണ്ട് വ്യത്യസ്ത കമ്പനികളിൽ രണ്ട് വ്യത്യസ്ത വീക്ക്ലി എപ്പിസോഡുകളിലേക്ക് ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ എരിയാന ഗ്രേസിന് വലിയ അവസരങ്ങൾ ലഭിച്ചു. കൂടാതെ സാന്റിനോ മറേലയും മറ്റ് ഒരു ടാഗ് ടീം രൂപീകരിക്കാൻ സാധിച്ചു. അച്ഛനും മകളും എന്നുള്ളൊരു ടീം വരെ അവർക്ക് മത്സരിക്കാൻ വരെ റിങ്ങിൽ ഒരുമിച്ചിറങ്ങാൻ സാധിച്ചു. അങ്ങനെ വലിയ അച്ചീവ്മെൻറ്റുകളൊക്കെ നേടിയ എരിയാന ഗ്രേസ് TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു റണ്ണ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി പൂർണ്ണമായും NXTയിലായിരിക്കും താരം ഉണ്ടായിരിക്കുക എന്നും TNA സ്റ്റോറി ലൈനിൽ ഇനി ഉൾപ്പെടുന്നില്ല, തൻ്റെ ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് എരിയാന ഗ്രേസ് തന്നെ ഒരു വ്ലോഗിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാന്റിനോ മറേല നിലവിൽ TNA റെസ്ലിംഗിലെ സ്റ്റോറി ലൈൻ അനുസരിച്ച് അതോറിറ്റി ഫിഗറായിട്ട് ഒരു മാനേജർ ടൈപ്പിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എരിയാന ഗ്രേസ് ഇനി TNAയിലേക്ക് പോകില്ല എന്നുള്ളൊരു അപ്ഡേറ്റാണ് പങ്കുവച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ ലേറ്റസ്റ്റ് പിക്ചർ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്രോക്കിൻ്റെ മകളായ മിയ ലെസ്നറും ഒരുമിച്ച് എടുത്ത ഒരു സെൽഫിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിലെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, മിയ ലെസ്നർ ഒരു വിജയം കരസ്ഥമാക്കി അതിനുശേഷം എടുത്ത ഒരു പിക്ചറാണ്. അതാണ് വലിയ തരംഗമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ മകളായ മിയ ലെസ്നറിനെ സംബന്ധിച്ച് മുൻപുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിയ ലെസ്നർ അത്ലറ്റിക്കിൽ, അതും ഷോർട്ട് പുട്ട് ഇനത്തിൽ വലിയ രീതിയിലുള്ള അച്ചീവ്മെൻറ്റുകളൊക്കെ കരസ്ഥമാക്കി അമേരിക്കയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ യുവ അത്ലറ്റിക് താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. NCAA എന്ന് പറയുന്ന അമേരിക്കയിലെ തന്നെ വലിയ കോമ്പറ്റീഷനിൽ കൊളറാഡോ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പങ്കെടുക്കുകയും ആ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ആദ്യമായി ഷോർട്ട് പുട്ട് ഇനത്തിൽ വനിതാ താരങ്ങളിൽ ഒരു ഗോൾഡ് മെഡൽ നേടി, ഫസ്റ്റ് പ്ലേസ് നേടി വലിയ ഒരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. 1-2 ത്രോയിൽ തന്നെ താരം ഫസ്റ്റ് പ്ലേസ് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു അത്ലറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഇതിനോടകം തന്നെ മിയ ലെസ്നർ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിജയത്തിന് ശേഷം അച്ഛനൊപ്പം എടുത്ത ഒരു പിക്ചറാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുള്ളത്. ബ്രോക്കിൻ്റെ മകളായതുകൊണ്ട് തന്നെ എല്ലാ വെബ്സൈറ്റുകളും ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുമ്പോൾ വലിയ മില്യൺ കണക്കിന് വ്യൂസാണ് ഫോട്ടോസിനും വീഡിയോസിനും സമ്മാനിച്ചിരിക്കുന്നത്. കാരണം ബ്രോക്കിൻ്റെ മകളാണ് എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. ബ്രോക്കിൻ്റെ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്, താടിയും മുടിയുമൊക്കെ വളർത്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒഴിവ് സമയം അദ്ദേഹം കൃത്യമായി ആഘോഷിക്കുകയാണ്. കൂടാതെ മകളുടെ ഈ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് അതും ആഘോഷിക്കുകയാണ്. WWE ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് യാതൊരുവിധ പോസിറ്റീവ് അപ്ഡേറ്റ്സും നമുക്ക് ലഭിക്കുന്നില്ല. ബ്രോക്ക് ലെസ്നർ മകൾക്കൊപ്പം മകളുടെ അച്ചീവ്മെൻറ്റുകളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നിട്ടേക്ക് കൊണ്ടുപോകുകയാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ്, ജോൺ ബോക്സ്ലി എന്ന നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യന് എതിരെ വന്നിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ചാണ്. മുൻ WWE താരമായ ഡീൻ ആംബ്രോസ്, അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന കേസ് അതിൻ്റെ ഒരു സംഭവങ്ങൾ നടക്കുന്നത് 2023-ലാണ്. 2023-ലെ AEWൻ്റെ ഡൈനാമൈറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിൽ ജോൺ ബോക്സ്ലിയും കെന്നി ഒമേഗയും തമ്മിലൊരു സ്റ്റീൽ കേജ് മത്സരമുണ്ടായിരുന്നു. ആ ഒരു സ്റ്റീൽ കേജ് മത്സരത്തിൽ ഒരു മൊമെൻറ്റിൽ റിംഗ് സൈഡിലുള്ള ക്രൂവിൻ്റെ കയ്യിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ ജോൺ ബോക്സ്ലി വാങ്ങണം. എന്നാൽ സ്ക്രിപ്റ്റിൽ എങ്ങനെയാണോ അവർ ഉദ്ദേശിച്ചിരുന്നത്, ജസ്റ്റ് ആ ഒരു സ്ക്രൂ ഡ്രൈവർ തട്ടിപ്പറിക്കേണ്ട ആവശ്യമേ ജോൺ ബോക്സ്ലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ക്രൂ മെമ്പറിനെ ജോൺ ബോക്സ്ലി തള്ളിയത് ക്രൂ മെമ്പറിന് വലിയ രീതിയിലുള്ള ഇഞ്ചുറികളിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ $25,000 അദ്ദേഹത്തിന് ആ ഒരു നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ടും AEW എന്ന് പറയുന്ന കമ്പനിയെ തന്നെ അപ്രോച്ച് ചെയ്യുകയോ തനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കേസിൽ AEWനെയും കൂടി ഈ ഒരു ക്രൂ മെമ്പർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഭാവിയിലേക്കുള്ള വലിയ കാര്യങ്ങൾക്കൊക്കെ ഈ ഇഞ്ചുറി തന്നെ തടസ്സമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ബോക്സ്ലിക്കും AEWനുമെതിരെ ഈ ഒരു ക്രൂ മെമ്പർ നിലവിൽ കേസ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ AEW ഈ ഒരു വാർത്തയ്ക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകിച്ചൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ജോൺ ബോക്സ്ലിയും പ്രത്യേകിച്ചൊരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും AEWനും ജോൺ ബോക്സ്ലിക്കും എതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നത് അത് അവരുടെ പോപ്പുലാരിറ്റിയെ ചെറിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം വർക്ക് ചെയ്യുന്ന അവരുടെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സേഫ്റ്റി കൊടുക്കാൻ സാധിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് ടോണി ഖാനും ജോൺ ബോക്സ്ലിക്കും AEWനും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്. എങ്ങനെയാണ് ഇവർ ഈ ഒരു കേസിനെ നേരിടാൻ പോകുന്നത് എന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും.
വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.